മോത്തിറാം. നിന്റെ ബാഗ് വേഗം താടാ, അല്ലെങ്കിൽ അയ്യോ ബാഗ് ഞാൻ തരില്ല. ഇതെന്റെ മോടെ കല്യാണത്തിലുള്ള പൈസയാ. രക്ഷിക്കണേ, എന്റെ പൈസ പോയി. കൊള്ള കഴിവറി, എന്താടാ നീ കരുതിയത്? എന്തും ചെയ്യാമെന്നോ? നിന്നെ പോലെ പല കള്ളന്മാരെയും ഞാൻ നേരെയാക്കിയിട്ടുണ്ട്. എന്നെ നിനക്ക് അറിയില്ല. സാധന സിംഗ് ആണ് ഞാൻ. ധീരവാദം വേണ്ട, നിർത്തിക്കോ. നിന്നെ പോലെ പലരും ഞാനും കണ്ടിട്ടുണ്ട്. ജയിലിൽ നിന്നിറങ്ങിയ നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. നീ ചെവിയിൽ നുള്ളിക്കോ SCP കൊച്ചേ. എടാ നിന്നെ നീ നോക്ക്. ആരുടെ ഫോണാ? അമർ സാറിന്റെ ഫോണാ. അമർ. ഹായ് അമർ. ഞാൻ ഡിസ്റ്റർബ് ചെയ്യാണോ? ഇല്ല, പറയൂ, എന്താ കാര്യം? ഇറങ്ങേണ്ട സമയമായോ? ആ, ഞാൻ അല്പസമയം കൂടി കഴിഞ്ഞാ ഇറങ്ങും. എന്താ കാര്യം? പുതിയ വീട് നോക്കണമെന്നുണ്ടായിരുന്നു. കൂടെ വരാൻ സമയമുണ്ടോ? ഓ, അതിനെന്താ, എന്നാ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. ഓക്കെ ഓക്കെ. യാ, ബൈ. ഐ വിൽ ബി ദേർ. ബൈ. ബൈ. എടാ ബഹയാ, ഇത് നിന്റെ ബന്ധുവീടൊന്നുമല്ല, ലോക്കപ്പാ. ഇവിടെ മര്യാദയ്ക്ക് നിന്നേക്കണം. തോന്നിയാസം കാണിച്ചാ വിവരാറിയോടാ മോനെ. ഞങ്ങളുടെ മേഡം നിന്നെ ശരിയാക്കും. നിന്റെ പുറം പള്ളിപ്പുറം കൂടെ മോനെ. സാറ് പോയിട്ടോ? സാറ് പോയാ? എന്റെ ചങ്ങാതി, ഈ ഫയൽവാൻ ഭയങ്കര ലക്കിയാ. ഇന്ന് അമർ സാറിന്റെ ഫോൺ വന്നതുകൊണ്ട് ഇവൻ അധികം ഇടികൊണ്ടില്ല. അത് ശരി. നമ്മുടെ മേഡം ഉണ്ടല്ലോ, ഇവിടെ ഭയങ്കര കണിശക്കാരിയല്ലേ. പക്ഷെ അമർ സാറിന്റെ മുമ്പില് ഈ ഗൗരവൊന്നും കാണില്ല. പക്ഷേ ഈ അമർ സാർ ആരാ? നീ അമർ സാറിനെ കണ്ടിട്ടില്ലേ? ഇല്ല. അത് ശരി, നമ്മുടെ മേഡത്തിന്റെ സാറ്. അത് ശരി, കമ്മീഷണർ സാർ അല്ലേ? അല്ലടാ, വീട്ടുകാരൻ. വീട്ടുകാരനോ? സാധന, ഇതാണ് സ്ഥലം. കെട്ടിടം മോശമില്ലല്ലോ. സിറ്റിയുടെ തിരക്കും ഇല്ല, ഇവിടെ പൊല്യൂഷനും ഉണ്ടാവില്ല. എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. യാ, താങ്ക്സ്. പക്ഷെ ഇത് എങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. ആ ബോർഡ് കണ്ടില്ലേ? ഓ, നിങ്ങൾ മിടുക്കൻ തന്നെ. തന്നെ കിട്ടിയത് അതുകൊണ്ടല്ലേ? ഓ, അവസരം കിട്ടിയത് റൊമാൻറ്റിക് ആയല്ലോ. ഈ വീട് ഉറപ്പിച്ചാലോ? ഓ യെസ്, നാളെ വീട്ടുടമസ്ഥനെ ചെന്ന് കാണാം. ഓക്കെ. അപ്പൊ അമർ സാർ കെട്ടിടം പുറമെന്ന് കണ്ടുവല്ലേ? ഓ, കെട്ടിടം വളരെ നല്ലതാ. ഇനി നിങ്ങൾ ഡെപ്പോസിറ്റും റെന്റും പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് വീട് ഇഷ്ടായെന്നല്ലേ പറഞ്ഞത്? വാടക 2000 രൂപ. 2000? 6 മാസത്തെ വാടക നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് തരേണ്ടി വരും. സത്യമായിട്ടും 2000 രൂപ വാടകയുള്ളൂ? അതെ, 2000 രൂപ. ഓക്കെ, എന്നാൽ ഇത് ഉറപ്പിക്കാം മിസ്റ്റർ അശോക്. പക്ഷെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. വാടക 2000 എന്ന് തന്നെയല്ലേ പറഞ്ഞത്?
നിങ്ങൾക്ക് വേണ്ടത് ആ വീട് തന്നെയാണെങ്കിൽ പിന്നെ വാടക പറഞ്ഞതിൽ എനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല. ആ, ഒരു കാര്യം അറിയേണ്ടിയിരുന്നു. പുറമേ നിന്ന് കാണുന്ന പോലെ തന്നെയാണോ ആ വീടിന്റെ ഉൾഭാഗവും? അതെ അതെ, ഉൾഭാഗവും നല്ലത് തന്നെയാ. കഴിഞ്ഞ 1 വർഷമായി അത് പൂട്ടിക്കെടുക്കുക. ഐ സി. ആ ഓക്കെ, പേയ്മെന്റ് എങ്ങനെയാ? ചെക്കായിട്ട് തരണോ? വീട് ഇഷ്ടപ്പെട്ടു എന്നല്ലേ പറഞ്ഞേ, എന്നാ ചെക്ക് തന്നോളൂ. ആ ആ, എന്നാ ചെക്ക്. ആ ശരി. ആ, ആരുടെ പേരിലാ ചെക്ക് ഉണ്ടാക്കണ്ടേ? ആ, എൻ്റെ പേരിൽ എഴുതിക്കൊള്ളൂ, അശോക് ഭൂഷൺ എന്ന് എഴുതിക്കൊള്ളൂ. അശോക് ഭൂഷൺ. ആ, ഒരു മിനിറ്റ്. എന്തായാലും നിങ്ങൾ ആ വീട് വാടകയ്ക്ക് എടുക്കാൻ തീരുമാനിച്ചു. ഇതാ നിങ്ങൾ ചെക്കിൽ സൈൻ ചെയ്യാനും പോവുക. പക്ഷേ ഒരു കാര്യം കൂടി നിങ്ങൾ അറിയാനുണ്ട്. നിങ്ങൾക്ക് ആ വീടിനെക്കുറിച്ച് ശരിക്കൊന്നും അറിയില്ല. അതുകൊണ്ട് എനിക്കൊരു മനോവിഷമം. എന്താ കാര്യം? ഞാനെല്ലാം തുറന്നു പറയാം. അവിടെ എന്തോ തേർവാഴ്ചയുണ്ടെന്നാ ജനസംസാരം. എന്ത്? അതെ, സത്യത്തിൽ 1 വർഷമായി അത് പൂട്ടിക്കിടക്കാനും അതുതന്നെയാ കാരണം. ഞാൻ ഇന്നവരെ ആ വീട്ടിലെ ഒരു പ്രേതത്തെയും കണ്ടിട്ടില്ല. പക്ഷെ 1 വർഷം മുമ്പ് ആ വീട്ടിലെ വാടകക്കാർ നിങ്ങളുടെ തുറന്ന മനോഭാവം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. വാടകയ്ക്ക് തരുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ തീരുമാനം ഇതാണ്. ഞങ്ങൾ നിങ്ങളുടെ ആ വീട് എനിക്കറിയായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ കേട്ടാൽ പിന്നെ ആരാ അവിടെ താമസിക്കുക? വരട്ടെ അശോക് സാറേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. പ്രേതബാധയുള്ള ആ വീട് ഞങ്ങൾക്ക് വേണം. യെസ്. മമ്മി, ഡാഡി. ഡാഡി അല്ലേ പറഞ്ഞു ഇവിടെ ഭൂതം ഉണ്ടെന്ന്? പക്ഷെ ഒന്നും കാണാനില്ലല്ലോ. നോക്കു ജോളി മോനെ, ഞാൻ പറഞ്ഞല്ലേ, ഈ വീടിന്റെ ഉടമസ്ഥർ എന്നോട് പറഞ്ഞിരുന്നു ഇവിടെ ഭൂതമുണ്ടെന്ന്. മോൻ പേടിക്കൊന്നുമില്ലല്ലോ? പേടിക്കോ ജോളി? മമ്മിയെ കുറിച്ച് മോൻ അറിയാലോ. ചിലപ്പോൾ പകലായിരിക്കും ഡ്യൂട്ടി, ചിലപ്പോൾ രാത്രിയിലും. ഞാനും ചിലപ്പോൾ കരാട്ടെ ക്ലാസ് കഴിഞ്ഞ് വരാൻ ലേറ്റ് ആവും. അപ്പൊ മോൻ തനിച്ചായാൽ ഇവിടെ ഡോണ്ട് വറി ഡാഡി. എന്റെ മമ്മി ACP ഓഫീസർ, എന്റെ ഡാഡി കരാട്ടെ ചാമ്പ്യൻ, ഞാൻ ഡാഡിയുടെ മോൻ ബ്ലാക്ക് ബെൽറ്റ്. ഭൂതത്തെ ഞാൻ അടിച്ചോടിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, ഭൂതം പ്രേതം ഒന്നുമില്ല. ഇനി വീട് കാണാം. ആ വാ മോനെ, വാ വാ. സൂക്ഷിച്ച ആ ജോളി. എത്ര വലിയ വീടാണ്. അതെ, ഇതിന്റെ പിറകിലൊരു ഗാർഡനും ഉണ്ട്. ആഹാ. ആ കാണിച്ചു തരാം, വരൂ. ഓക്കേ. വാ. ആ, വാ. ഓ വാ മമ്മി, ഇവിടെ ഒരു കിണറുണ്ട്. ഓ ജോളി, സൂക്ഷിച്ച അല്ലെങ്കിൽ വീഴും. ആ, ഇവിടെ കിണറുണ്ടല്ലോ. ആ മോനെ, വേഗം നമുക്ക് വീട് വൃത്തിയാക്കാം. പണി കുറേ ഉണ്ട് കേട്ടോ. ആ വാ മമ്മി, നമുക്ക് ഹെൽപ്പ് ചെയ്യാം. സ്വാഗതം ചെയ്യ്, ചിലപ്പോ പ്രേതമാകും. ഓ അമർ, ബക്കറ്റ് കാറ്റടിച്ചപ്പോ വീണതാവും. ആ വരൂ വരൂ വരൂ. താമസം തുടങ്ങണമെങ്കിൽ നല്ലോണം വൃത്തിയാക്കണം. അതിനോ
എന്താ സക്കാരാം തുക്കാറാം? ജയ് ജയ് റാം കൃഷ്ണ ഹരി, ബി ഹാപ്പി, ഡോൺ വറി. മാഡം, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക. ഞങ്ങൾ കേട്ടത് ആ ബോറിവല്ലയിലെ വീട് കുസുംഭവൻ മാഡം വാടകയ്ക്ക് എടുത്തു എന്നാണല്ലോ. ആ ശരിയാണ്, പക്ഷെ അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? മാഡത്തിന് ആ വീടിനെ കുറിച്ച് ഒന്നും അറിയില്ല കേട്ടോ. എന്ത്? ആ വീട് നമുക്കൊരിക്കലും വേണ്ട മാഡം. ആ വീടിനെ പറ്റി എല്ലാവർക്കും അറിയാം മാഡം. ആ വീട് ഭാർഗവി നിലയാ. ഓഹോ, എന്താ കാര്യം? അവിടെ പ്രേതബാധയുണ്ട്. എന്താ? ആദ്യമേ തന്നെ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്തിരുന്നുവെങ്കിൽ, അല്ല കൺസൾട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ അത് തടഞ്ഞേനെ. അവിടെ പ്രേതബാധയുണ്ട് മാഡം. അവിടെ പ്ലീസ് താമസിക്കരുത്. ജീവനുള്ളവരല്ലേ നമ്മൾ പിടിക്കേണ്ടത്, അല്ലാതെ ഭൂതപ്രേതകളെ പിടിക്കാൻ പറ്റുമോ? നിങ്ങൾ ഇക്കാര്യം എന്നെ അറിയിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മാഡം, ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി. ഭൂതവും പ്രേതവും ഉള്ള സംഗതിയല്ലേ. ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. എന്താ? വീണ്ടും ഇനിയും കുസുംഭവനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ എന്താണ് പ്രശ്നം മാഡം? പറഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടി കുസുംഭവനിലായിരിക്കും, അതും നൈറ്റ് ഡ്യൂട്ടി. ജോളിമോനെ, പഠിച്ചത് മതി. ഇനി പാല് കുടിച്ച് ഉറങ്ങുക കേട്ടോ. സമയം ഒരുപാടായി. ആ വേഗം കുടിക്കുക കേട്ടോ. മോൻ ഇവിടെ ഇരിക്കുക, അമ്മ നോക്കിയിട്ട് വരാം. ഓ മൈ ഗോഡ്. ഓ, അപ്പൊ ഈ പൂച്ചയുടെ പണിയാ ഇതൊക്കെ. പാത്രങ്ങളെല്ലാം പൊട്ടിച്ചു ഓടിക്കളഞ്ഞു. ഇനി ടെൻഷൻ എടുക്കണ്ട, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇതൊക്കെ ഞാൻ എപ്പോ വൃത്തിയാക്കും? ഞാൻ വൃത്തിയാക്കാം. അതൊന്നും വേണ്ട, നാളെ കുസുമമ്മ വൃത്തിയാക്കും. ആസ് യു വിഷ്. വരൂ വരൂ. ഞാനിപ്പോ വരാട്ടോ. ഓക്കെ. എന്തു പറ്റി? ഒന്നുമില്ല, നിങ്ങൾ ഉറങ്ങിക്കോളൂ, ഞാൻ നോക്കിയിട്ട് വരാം. നമസ്തേ കൊച്ചമ്മേ. നമസ്തേ കുസുമ, വരൂ വരൂ. ഇന്ന് ധാരാളം ജോലിയുണ്ട് കേട്ടോ. എന്താ വിരുന്നുകാരുണ്ടോ? വിരുന്നുകാരനെന്ന് പറയാം. ഇന്നലെ രാത്രി കിച്ചണിൽ ഒരു പൂച്ച കടന്നിരുന്നു. അതെല്ലാ പാത്രവും തട്ടി താഴെയിട്ടു. കൊച്ചമ്മ വിഷമിക്കണ്ട, എല്ലാം ഞാൻ നേരെയാക്കാം. കൊച്ചമ്മേ, ആ
എന്താ കുസും? രാവിലെ തമാശ പറയോ കൊച്ചമ്മേ? ഒരു പാത്രവും വീണിട്ടില്ലല്ലോ. ഉം. ഏ? ഉം. ഉം. മനസ്സിലായി. ഇതെന്റെ ഭർത്താവിന്റെ പണിയായിരിക്കും. ഇതെന്താ രാവിലെ കുളിയും ജപം ഒന്നും വേണ്ടേ? ഫോണിന്റെ മുന്നിലിരിപ്പാ. ശരി തന്നെയാ. ആരെങ്കിലും ആ വീട്ടിൽ താമസിക്കാൻ പോയാ രാവിലെ തന്നെ ഫോൺ വരാറുണ്ട്. ഇന്നിപ്പോ 2ാമത്തെ ദിവസാ ഫോണൊന്നും വന്നില്ല. ഇനി ഫോണൊന്നും വരാൻ വഴിയില്ല. ആ വീട്ടിൽ താമസിക്കുന്നത് ചില്ലറക്കാരിയൊന്നുമല്ല, ഇവിടുത്തെ ACPയാ. ഇനി അവിടുത്തെ ഭൂതത്തിന് ഓടേണ്ടി വരുമെന്നാ തോന്നുന്നേ. ഈ പ്രേതബാധയൊക്കെ ആരോ പറഞ്ഞുണ്ടാക്കിയതാണെന്നേ. ഹാ, അതും ശരിയാ. ഞാൻ അവിടെ ഇതുവരെ ഒന്നും കണ്ടിട്ടേ ഇല്ല. ഈശ്വരനെ അറിയൂ ഏതാണ് ശരിയായ കാര്യമെന്ന്. നിങ്ങൾ എന്താ തുടങ്ങാത്തെ? തുടങ്ങിക്കോളുന്നേ. തന്നെ കാത്തിരിക്കായിരുന്നില്ലേ? ആ, ഞാനും ഇരിക്കാട്ടോ. ആ മോനെ, നിനക്ക് ഇഷ്ടപ്പെട്ട കറിയാ ഉണ്ടാക്കിയിരിക്കുന്നേ. ആ, വാ നോക്കാം. എന്റെ ദൈവമേ, ഈ പൂച്ച എന്നും പാത്രങ്ങൾ തള്ളിയിടുക. അമർ, ഇന്നലെ നിങ്ങൾ എല്ലാം വൃത്തിയാക്കി, ഇനി നിങ്ങൾ വൃത്തിയാക്കണ്ട. വേലക്കാരി വന്ന് എല്ലാം വൃത്തിയാക്കിക്കോളൂ. അമർ ചെയ്യണ്ട കേട്ടോ. എന്തായി പറയുന്നേ? ഇന്നലെ ഞാൻ പാത്രം അടുക്കി വെച്ചെന്നോ? ആ, രാവിലെ എല്ലാ പാത്രങ്ങളും അടുക്കി വെച്ചിരുന്നല്ലോ. ഞാൻ കരുതി അമർ അത് ചെയ്തതെന്ന്. ഞാൻ വിചാരിച്ച വേലക്കാരി ചെയ്ത് കാണുന്ന. അമർ പാത്രങ്ങൾ അടുക്കി വെച്ചില്ല, പിന്നെ ജോലിക്കാരിയും വെച്ചില്ല. ആരാ പിന്നെ വെച്ചത്? വേഗം വരൂ. എന്തു പറ്റി സാധാ? പിസ്റ്റളും കൊണ്ട് എന്താ ഈ രാത്രിയിൽ ഇങ്ങനെ? അമർ,
വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? എനിക്ക് എന്തോ നിഴല് കണ്ട പോലെ തോന്നി. ഞാൻ അതിന്റെ പുറകെ വന്നപ്പോഴേക്കും അതിനെ കാണാതായി. വാട്ട് യു മീൻ ബൈ കാണാതായി? ഇതെന്താ വല്ല ഭൂതം പ്രേതോ പെട്ടെന്ന് കാണാതാകാൻ? ഇത് നീയാണോ പറയുന്നത്? യു മീൻ ടു സേ ദിസ് ഹൗസ് ഈസ് ഹോണ്ടഡ്? ഇതേതോ കുബുത്തികളുടെ പരിപാടിയാണെന്നാ തോന്നുന്നേ. ഞാൻ അവരെ ഇപ്പൊ പിടിച്ചേനെ. അപ്പോഴേക്കും അമർ. പക്ഷെ ഞാൻ അവരെ വിടില്ല. മാഡം, ഞങ്ങളെ അന്വേഷിച്ചിരുന്നോ? അതെ സക്കാറാം തൊക്കാറാം, ഇന്ന് രാത്രി നിങ്ങളുടെ ഡ്യൂട്ടി എന്റെ പ്രേതബാധയുള്ള വീട്ടിലാണ്. മാഡം, ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തുവോ? തെറ്റ് ചെയ്തവർക്കുള്ളതാണോ ഡ്യൂട്ടി? പക്ഷേ മാഡം അത് എനിക്കൊന്നും കേൾക്കണ്ട. ഒരു കാര്യം കൂടി, അവിടെ ഒരു പക്ഷെ നിങ്ങൾക്ക് ഗുണ്ടകളുമായി ഏറ്റുമുട്ടുന്നതായി വന്നേക്കാം കോൺസ്റ്റബിൾസ്. സോ ബി പ്രിപ്പയർഡ്. ഗുണ്ടകളുമായി പോരാട്ടം നടത്തി ഞങ്ങളുടെ ആയുസ് പകുതിയായി പോയി മാഡം. ഞങ്ങളുടെ പ്രശ്നം അതല്ല മാഡം. ഞങ്ങൾക്ക് അവിടെ പോയി മറ്റവരുമായി പോരാടേണ്ടി വരുമോ? ഭൂതപ്രേതങ്ങളുമായി പോരാടേണ്ടി വന്നാൽ സന്ധ്യയ്ക്ക് 7 മണി മുതൽ എന്റെ വീടിന് മുന്നിൽ. Shut up. ആരാ? ഞാനാണോ? എടോ, ഞാനിന്ന് ഇൻസ്പെക്ടർ ആയിരുന്നെങ്കിൽ ഈ കാവൽപ്പടി വേണ്ടി വന്നില്ലായിരുന്നു. റോന്ന് ചുറ്റി ചുറ്റി എന്റെ തല വേദനിച്ചിട്ട് വയ്യടോ. റോന്ത് ചുറ്റി ചുറ്റി നമ്മൾ ആകെ തളർന്നു കഴിഞ്ഞു പൊന്നു മോനെ. നമ്മളെ രണ്ടാളെ ഇവിടെ കാവൽ നിർത്തിയിട്ടുള്ളത് എന്തിനാന്നറിയോ? അതിന്റെ കുട്ടൻസ് അറിയോ നിനക്ക്? ആ വീടിനകത്ത് എന്താ പ്രശ്നം എന്നറിയോ? എന്താണ് പ്രശ്നം? ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, നീ അത് വീണ്ടും മറന്നുപോയോ? കാര്യം എന്താ? അതെങ്ങനെ ഇപ്പൊ പറയും? വേഗം പറ. ഞാൻ പറയാം, പക്ഷെ അതെങ്ങനെ പറയും? എന്താ ഉള്ളിൽ കള്ളനുണ്ടോ? ഇല്ല. പിടികിട്ടാ പുള്ളി കിട്ടോ? ഇല്ല. എന്നാൽ ഭീകരനുണ്ടോ? ഇല്ല. എന്നാ കൊലപാതകമുണ്ടോ? ഇല്ല. എന്നാ പിന്നെ ആരാണ് പറയണോ? ഭൂതം. മമ്മി എന്തിനാ ഓഫാക്കിയേ? രാത്രിയായി മോനെ, ഇനി ഉറങ്ങിക്കോ. അല്ലെങ്കിൽ രാവിലെ സ്കൂളിൽ പോകാൻ പറ്റുമോ? നേരത്തെ എണീക്കണ്ടേ? എനിക്ക് ഉറങ്ങണ്ട. രാത്രി ഞാൻ ഉറങ്ങിയാല് ഭൂതത്തെ എങ്ങനെയാ പിടിക്കുക? ആ, രാത്രി ഭൂതത്തെ കണ്ടാല് ഉടനെ ഞാൻ മോനെ വിളിക്കാട്ടോ. ദേ, എനിക്ക് ഭൂതത്തെ കാണാൻ ഒരു താല്പര്യമില്ല. പ്ലീസ് എന്നെ ഉണർത്തല്ലേ. എനിക്ക് കാണണം. ഒരു കാര്യം പറയട്ടെ, ഈ ഭൂതം പ്രേതമൊക്കെ നുണയാ. സത്യത്തിൽ ഭൂതമൊന്നുമില്ല. എല്ലാം പേടിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും സ്വന്തം കാര്യം നടത്താനും ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന കേട്ടോ. മോൻ പേടിക്കല്ലേ, മനസ്സിലായോ? ഓക്കെ, ഇനി ശരിക്കും ഭൂതം വന്നാലുണ്ടല്ലോ എന്നെ എണീപ്പിക്കണേ മമ്മി. ഓക്കെ, ഇൻ കേസ് ഭൂതം വരികയാണെങ്കിൽ ഞാൻ മോനെ വിളിക്കാം. ഓക്കെ, ഇനി ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ് മമ്മി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ് മോനെ. ഇന്ന് രാത്രി എന്താ ഭൂതത്തെ പിടിക്കാൻ പരിപാടി ഉണ്ടോ? വേഗം ഉറങ്ങിക്കോളൂ. തന്നെ തനിച്ചാക്കിട്ടോ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്? ഇതൊന്നും കാര്യമില്ലെന്നേ. 2-3 പേരെ നേരിടാൻ ഞാൻ ഒരാൾ മതി. അപ്പോൾ ഇന്ന് ഉണർന്നിരിക്കാൻ പോവാ അല്ലേ? ഇല്ല, കുറച്ച് കഴിഞ്ഞാൽ ഞാനും ഉറങ്ങും. വരൂ, ഉറങ്ങാം. ആ, ചെറിയൊരു ശബ്ദം കേട്ടാൽ താൻ ഉണരാറുണ്ടല്ലോ. എല്ലാം ഗുരുത്വമല്ലേ? എല്ലാം ഗുരുവിന്റെ അനുഗ്രഹമാണല്ലോ. എന്നാ ഉറങ്ങാം. ഉറങ്ങാം. പ്രേതം 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 എടോ പ്രേതല്ലടോ തുക്കാറാം, ഇത് ഞാനാ സക്കാറാം. എടാ സക്കാറാം, തനിക്ക് നാണമില്ലേ?
കറുത്ത വസ്ത്രം ധരിച്ച് എന്നെ പേടിപ്പിക്കാൻ. ഞാൻ പേടിപ്പിച്ചതല്ലടോ. എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. കറുത്ത വസ്ത്രം ധരിച്ചാല് പ്രേതങ്ങൾക്ക് മനുഷ്യരെ കാണാൻ പറ്റില്ല. നല്ലൊരു ഉറക്കം കിട്ടിയതായിരുന്നു. മിണ്ടരുത്. നല്ല ഉറക്കം കിട്ടിയത്രേ. ഡ്യൂട്ടിയിൽ ഉറങ്ങുക. നാളെയല്ലടോ. ഈ സമയത്താണോ പ്രേതങ്ങൾ ഇറങ്ങി നടക്കുക? യു ആർ റൈറ്റ്. എൻ്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ ജീവനോടെ ഇരിക്കുന്ന കാലങ്ങളിൽ അവനൊരു ടൈം ടേബിൾ ഉണ്ടാവില്ല. പക്ഷെ മനുഷ്യൻ മരിച്ചു പ്രേതമായി തീരുമ്പോണ്ടല്ലോ, ആള് ടൈമിന്റെ കാര്യത്തിൽ പങ്ക്ച്വലായി തീരുമത്രേ. എടോ സക്കാറാം, സത്യമായിട്ട് പ്രേതം വന്നാൽ നമ്മൾ രണ്ടാളും പിന്നെ എന്താ ചെയ്യുക? നമ്മൾ എന്താ ചെയ്യാനോ? പ്രേതം മുന്നിൽ വന്നാൽ പിന്നെ നമ്മുടെ പണി കഴിയില്ലടോ തുക്കാറാം. നിങ്ങൾ മോനെ നോക്കിക്കൊള്ളൂ, ഞാൻ പുറത്തു പോയി നോക്കാം. ആരാണ് നിങ്ങൾ? ഈ കരച്ചിലൊന്നും എനിക്ക് കാണണ്ട. സാവധാനം മുന്നോട്ട് വരൂ, അല്ലെങ്കിൽ ഈ തോക്കിലെ ഉണ്ട നിങ്ങളെ തുളച്ച് പുറത്തു പോകും. ഒരു തവണ ഈ നെഞ്ചിലൂടെ വെടിയുണ്ട കടന്നു പോയിട്ടുള്ളതാണ്. മരിച്ചവളെ വീണ്ടും കൊല്ലുമെന്നാണോ? ഈ നാടകമൊക്കെ ഞാൻ കുറെ കണ്ടതാണ്. ഒന്നും മറക്കണ്ട, നിങ്ങൾ നിൽക്കുന്നത് ഒരു പോലീസ് ഓഫീസർക്ക് മുന്നിലാണ്. കൂടാതെ നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടച്ചു കഴിഞ്ഞു. എന്റെ ജീവിതത്തിലെ എല്ലാ വഴികളും അടഞ്ഞതാണ്. എന്റെ അവസ്ഥയ്ക്ക് കാരണവും അതാണ്. നിങ്ങൾ എത്ര നുണ പറഞ്ഞാലും ഞാൻ നിങ്ങളെ കൊണ്ട് സത്യം പറയിപ്പിക്കുക തന്നെ ചെയ്യും. ഞാൻ എന്റെ സത്യാവസ്ഥ അറിയിച്ച ശേഷമേ തിരിച്ചു പോകൂ. എന്തെന്നാൽ ഇതിനായി ഞാൻ എത്രയോ കാലമായി കാത്തിരിക്കുന്നു. ഇന്ന് ഈ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നു. വളരെ കാലം മുമ്പ് ഞാൻ താമസിച്ചിരുന്നു. എന്താ? ആ, ഞാനും എന്റെ ഭർത്താവും പിന്നെ എന്റെ മകളും. മകളോ? ആ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ അല്ലല്ലോ താമസം. പിന്നെ എന്തിനാണ് ഇവിടുത്തെ വാടകക്കാരെ ഉപദ്രവിക്കുന്നത്? എന്താണ് അവരുടെ ഉറക്കം കെടുത്തുന്നത്? ഞാൻ ഉപദ്രവിച്ചെന്നോ? എന്റെ വേദന ആരറിയുന്നു? ഒരമ്മയിൽ നിന്നും അവളുടെ മകളെ തട്ടിയെടുത്തെന്നാൽ പിന്നെ അവർക്ക് മറ്റൊരാളെ ഉപദ്രവിക്കാൻ കഴിയോ? ആരാണ് നിങ്ങളുടെ മകളെ തട്ടിയെടുത്തത്? എന്റെ ഭർത്താവും അയാളുടെ രണ്ടാം ഭാര്യയും. എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ നിയമസഹായം തേടുന്നില്ല? നിയമവ്യവസ്ഥ ജീവനുള്ളവരുടെ കാര്യം നോക്കുന്നില്ല, പിന്നെ എങ്ങനെ മരിച്ചവരുടെ കാര്യം നോക്കും? നിങ്ങൾ വീണ്ടും വീണ്ടും സ്വയം മരിച്ചവളാണെന്ന് പറഞ്ഞ് എന്താണ് തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്റെ ഉദ്ദേശം ഒന്നേ ഒന്ന് മാത്രം. ഞാൻ ജീവനുള്ള ഒരു വ്യക്തിയല്ല. ഞാനൊരു നിഴൽ മാത്രമാണ്. ഞാൻ ആത്മാവാണ്. സാധന, സാധന, അമർ ഇവിടെ. എന്തു പറ്റി സാധന? എന്താ നോക്കുന്നേ? അത് സത്യമായിട്ട് ആത്മാവായിരുന്നു. അല്ല, ആരുടെ കാര്യമായി പറയുന്നേ? ഇപ്പൊ ഇവിടെ വന്നിരുന്നില്ലേ? ഞാൻ അവരെ വല്ല കള്ളനാണെന്ന് കരുതി തോക്ക് ചൂണ്ടി. പക്ഷെ എനിക്ക് തെറ്റിപ്പോയി അമർ.
അതൊരു ആത്മ ഇതെന്താ പറ്റിയത് സാധന? താനാണോ ഇത് പറയുന്നത്? അതെ അമർ, ഇത് പറയുന്നത് ഞാൻ തന്നെയാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. അന്ന് കിച്ചണിൽ പാത്രങ്ങൾ വീണതും പിന്നെ സ്വയം എല്ലാം പഴയതുപോലെ ആയതും കിണറ്റിൽ വീണ്ടും വീണ്ടും ബക്കറ്റ് വീഴുന്നതും ഇവയെല്ലാം. പക്ഷേ സാധന, അമർ, ഞാൻ പറയുന്നതിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇതെന്റെ ഭ്രമമോ തോന്നലോ അല്ല, ഇത് സത്യമാണ്. ഞാൻ ഇതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് മുഴുവനും അന്വേഷിച്ച് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. എനിക്ക് ഓർമ്മയുള്ളത് പറയാം. ഒരു വാടകക്കാരനുണ്ടായിരുന്നു. അയാളുടെ ഭാര്യയുടെ മരണം ദുർമരണമായിരുന്നു. ആ സമയം അവർക്ക് 5-6 വയസ്സുള്ള പെൺകുട്ടി ഉണ്ടായിരുന്നു. ഭാര്യയുടെ മരണത്തിന് ശേഷം ആ വാടകക്കാരൻ അവിടെ വിട്ട് ഒഴിഞ്ഞുപോയി. അതിനുശേഷം ആ വീട്ടിൽ താമസിക്കാൻ വന്ന വാടകക്കാരെല്ലാം പ്രേതങ്ങളെ പേടിച്ച് ആ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. പക്ഷെ ഇന്ന് വരെ ഞാനൊന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്തായിരുന്നു അയാളുടെ പേര്? ACP മാഡം, ആ വീട്ടിൽ താമസിക്കുമ്പോൾ അയാൾ ബാബുലാൽ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അയാളുടെ പേര് ബാബുഭായ് മുൽത്താനി എന്നാ. ബാബുഭായ് മുൽത്താനി? അതെ. ഇപ്പോൾ അയാൾ ആകെ മാറി. അയാളേതോ മാഫിയ ഡോണിന്റെ മകളെ വിവാഹം ചെയ്തു. ഇന്ന് അയാളുടെ കയ്യിൽ പൈസയുണ്ട്, ശക്തിയുണ്ട്. ഇപ്പോൾ ആ കുട്ടിക്ക് പ്രായം 10-11 വയസ്സായി കാണും. ഒരമ്മയിൽ നിന്നും അവളുടെ മകളെ തട്ടിയെടുത്തെന്നാൽ പിന്നെ അവൾക്ക് മറ്റൊരാളെ ഉപദ്രവിക്കാൻ കഴിയോ? ഞാൻ ഇറങ്ങുന്നു. ACP മാഡം, നിങ്ങൾ എന്താണിത്? ഇന്ന് കിച്ചണിൽ പാത്രമൊന്നും വീണില്ലല്ലോ, കറുത്ത പൂച്ചയും കണ്ടില്ല, ബക്കറ്റും വീണില്ല. ഇന്ന് നിങ്ങളുടെ തേങ്ങലും കേട്ടില്ലല്ലോ. ഇന്ന് നിങ്ങളും ഒരു സൂചനയും കൂടാതെ
ഒന്നും കേൾക്കാതെയും ഒന്നും കാണാതെയും ഇവിടെ എത്തിയല്ലോ. കാരണം അറിയാമോ? ഇല്ല, ഇവയുടെ ഒന്നും സഹായമില്ലാതെ തന്നെ നിങ്ങൾക്കതിന് കഴിയുന്നുണ്ട്. പറഞ്ഞത് സത്യമാണ്. എന്താണ് നിങ്ങളുടെ പേര്? ജീവിച്ചിരുന്നപ്പോൾ കമല എന്നായിരുന്നു പേര്. കമല? ഞാൻ എന്താണ് വേണ്ടത് കമലേ? ACP മാഡം, ഞാൻ എൻ്റെ മകളെ വളരെയധികം സ്നേഹിക്കുന്നു. മരിച്ചതിന് ശേഷവും എൻ്റെ അശാന്തമായ ആത്മാവ് അവൾ കൈ തുടിക്കുന്നു. എന്തെന്നാൽ എൻ്റെ മകളുടെ ജീവൻ അപകടത്തിലാണ്. അവളുടെ രണ്ടാനമ്മ അവളെ കൊന്നുകളയും. നിങ്ങൾ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? രണ്ടാനമ്മയായതുകൊണ്ട് എന്താ? അവളുടെ അച്ഛനും ആ വീട്ടിലുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? അച്ഛൻ സഹായിക്കുന്നവനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനിങ്ങനെ ദുഃഖിക്കണം? അയാൾക്ക് അവളെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നെങ്കിൽ എനിക്കിതുപോലെ ആത്മാവായി അലയേണ്ടി വരുമായിരുന്നില്ല. അയാളുടെ പേര് ബാബുലാൽ എന്നാണ്. മനുഷ്യരൂപത്തിലുള്ള ചെന്നായാണ് അയാൾ. അവളുടെ രണ്ടാനമ്മ രക്തരക്ഷസും. അവളേതോ ഭീകരനായ അച്ഛന്റെ ഭീകരിയായ മകളാണ്. പിന്നെ ബാബുലാലിന് ആ പെണ്ണിന്റെ പ്രേമത്തിൽ മയങ്ങി ബോധം നശിച്ചിരിക്കുകയാണ്. അവൾ പറയുന്നതേ അയാൾ കേൾക്കൂ. ACP മാഡം, അവർ രണ്ടാളും കൂടി എന്റെ മകളെ കൊല്ലും. എന്റെ മകളുടെ ജീവൻ ആപത്തിലാണ്. എന്റെ മകളെ രക്ഷിക്കണം. എന്റെ മകളെ രക്ഷിക്കണം. അവൾക്ക് വല്ലതും സംഭവിക്കും മുൻപ്. घर में वही होगा बेटा। आपके लिए एक लेडी पुलिस ऑफिसर ठीक है, बिठाओ उसे। ठीक है, संभालो इसको। ഹലോ ബാബു ഭായ്, ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് സാധന സിംഗ്. क्या पियोगे तुम? थैंक यू वेरी मच। दरअसल मुझे आपसे कुछ सवाल पूछना है। आप ACP, ये बाबू भाई का घर है। नहीं जानती हूँ। वैसे तो हमें बदमाश को पकड़ने वो आपका വലിയ വലിയ ആളുകളും അങ്ങനെ പറയാറുണ്ട്. ഈ നഗരത്തിലെ നേതാക്കൾ പോലും പോലീസ് ഓഫീസർമാരും എന്റെ സുഹൃത്തുക്കളാണ്. വന്നത് എന്തിനാണെന്ന് പറ. ആ ശരി, തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു പേഴ്സണൽ കാര്യം ചോദിച്ചോട്ടെ? തെറ്റിദ്ധരിക്കേണ്ട കാര്യമാണെങ്കിൽ ചോദ്യം ചോദിക്കണ്ട. എന്താ കാര്യം? നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളെ കൂടാതെ ആരൊക്കെയുണ്ട്? എന്റെ ഭാര്യയും എന്റെ മോളും. ഓഹോ, ഭാര്യയുടെ പേരെന്താണ്?
രൂപ. രൂപ രൂപാജി മീൻസ് ആദ്യാനുരാഗം. രൂപ എന്റെ രണ്ടാം ഭാര്യയാണ്. എന്റെ ആദ്യ ഭാര്യ ഒരു അപകടത്തിൽ മരിച്ചുപോയി. അന്ന് ഞങ്ങളുടെ മോൾക്ക് വയസ്സ് 5. ഓ ഐ എം സോറി. നിങ്ങളുടെ മോളുടെ പേരെന്താണ്? രത്ന. രത്ന. വളരെ നല്ല പേര്. ഏത് സ്കൂളിലാണ് രത്ന പഠിക്കുന്നത്? സ്കൂളിൽ പോയിരുന്നു, പക്ഷേ ഇപ്പോൾ പഠിപ്പ് നിർത്തി. അവക്ക് നല്ല സുഖമില്ല. സുഖമില്ലേ? ഏത് ഡോക്ടറെയാണ് അവളെ കാണിച്ചത്? ACP, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? സംഗതി എന്താണെന്ന് തുറന്നു പറഞ്ഞോ. ഒന്നുമില്ല ബാബുഭായി, സത്യത്തിൽ നിങ്ങൾ ഈ സിറ്റിയിലെ വലിയ ആളാണ്. എനിക്കും ഈ സിറ്റിയിലാണ് ഡ്യൂട്ടി. നിങ്ങളെ പോലുള്ള വലിയ ആളുകളെ കുറിച്ച് കഴിയാവുന്നത്ര അറിയാൻ ഒരാഗ്രഹം. ശരി ACP, ഞാനും നിങ്ങളെക്കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ. ഓ യെസ്, എനി ടൈം. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇനിയൊന്നുമില്ല. എങ്കിൽ വേഗം സ്ഥലം വിടാൻ നോക്ക്. നിക്കവിടെ, കാണിച്ചു തരാം തന്നെ. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു കുട്ടിയെ നോക്കാൻ ഇത്രയ്ക്ക് ബഹളമോ? എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് ഭക്ഷണം ഇഷ്ടമല്ല. ഞാൻ എന്റെ മോളെ ഒരുപാട് സ്നേഹിക്കുന്നു. മരിച്ചതിനു ശേഷവും എന്റെ ആത്മാവ് അവൾക്കായി തുടിക്കുന്നു. കാരണം എന്റെ മോളുടെ ജീവൻ അപകടത്തിലാണ്. ആ രണ്ടാനമ്മ എന്റെ മോളെ കൊല്ലും. എന്തിനാ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്? അവര് രണ്ടാനമ്മയാണെങ്കിൽ എന്ത്? അവളുടെ അച്ഛൻ അവളുടെ സ്വന്തമല്ലേ? അവളുടെ അച്ഛൻ ബാബുലാൽ മനുഷ്യരൂപം പൂണ്ട ഒരു ചെന്നായാണ്. മോളെ, നീ അകത്തു പോ. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? വേഗം അകത്തു പോകാൻ. നിന്റെ കരച്ചിൽ നിർത്ത്. പോ. വാ മോളെ. നിങ്ങൾക്ക് ഇതെന്തു പറ്റി ACP സാധന സിംഗ്? എന്താണ് ചെയ്തത്? എന്താണെന്നോ സർ, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു. ഡ്യൂട്ടിയോ? ബാബുബായെ പോലുള്ള വലിയ ഒരാൾ അനാവശ്യമായി ബുദ്ധിമുട്ടിച്ചത് നിങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണോ? എന്ത്? അതെ, ഗീവ് ദ ആൻസർ. ഞാൻ സ്റ്റേഷനിലെ ചില പഴയ ഫയലുകൾ നോക്കുകയായിരുന്നു. നമ്മുടെ റിപ്പോർട്ടിൽ ബാബുഭായിയുടെ ആദ്യത്തെ വൈഫ് അപകടത്തിലാണ് മരിച്ചത്. അപകട മരണങ്ങൾ മറ്റു പലർക്കും സംഭവിച്ചിട്ടുണ്ട്. സർ, എല്ലാ മരണവും അപകടം മൂലമാകണമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. നോക്കൂ ACP സാധന സിംഗ്, എനിക്ക് നിങ്ങളെ നല്ലവണ്ണം അറിയാം. നിങ്ങളുടെ സത്യസന്ധത അതുല്യവുമാണ്. പക്ഷെ എന്തെങ്കിലും വിഡ്ഢിത്തം കാണിച്ച് ഉണ്ടാക്കിയ സ്ഥലപ്പേര് വെറുതെ കളങ്കപ്പെടുത്താൻ ഞാൻ നിങ്ങളെ ഒരിക്കലും അനുവദിക്കില്ല. എനിക്ക് മനസ്സിലായി സർ. പക്ഷെ ഈ അപകട മരണത്തിൽ എനിക്ക് സംശയമുണ്ട്. എങ്കിലോ? അതൊന്നും എനിക്കറിയണ്ട. പക്ഷേ ശക്തമായ തെളിവുകളില്ലെങ്കിൽ സംശയം സത്യമായി തീരുമോ? നിങ്ങളുടെ എല്ലാ നീക്കങ്ങളും വളരെ സൂക്ഷിച്ചു തന്നെ വേണം. ഇനി ബാബുബായ് എന്റെ ഓഫീസിൽ ഫോൺ ചെയ്ത് പരാതി പറയാൻ ഇടവരരുത്. അയാളുടെ സ്വാധീനം നമ്മുടെ ചിന്തയ്ക്കും അപ്പുറത്താണ് ACP സാധന സിംഗ്. മനുഷ്യന്റെ രൂപം ധരിച്ച ഒക്ടോപ്പസ് ആണ് അയാൾ. ശരീരം മുഴുവൻ
കൈകളുള്ള നീരാളിയാണ് അയാൾ. എങ്കിൽ അയാളെ വീണ്ടും കാണും മുമ്പ് അയാളുടെ എല്ലാ കൈകളും വെട്ടിമാറ്റി അയാളെ ഞാൻ മനുഷ്യനാക്കും. സാറിന്റെ മുന്നറിയിപ്പിന് വളരെ വളരെ നന്ദി. വീണ്ടും എന്നെക്കുറിച്ച് ഇനി പരാതി കേൾക്കാൻ ഇടവരില്ല. കമല, 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 ഞാനിന്ന് നിങ്ങളുടെ മകളെ കണ്ടു. ആ കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നില്ലേ? ഞാൻ എന്ത് ചെയ്യും? പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിയമത്തിന്റെ ശക്തിയില്ലേ? കമല പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ നിയമത്തിന് വേണ്ടത് തെളിവാണ്. എന്നാൽ എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല. എന്റെ മോളെ ആര് രക്ഷിക്കും? അവളും എന്നെ പോലെ അവരുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം ആത്മാവാകുമെന്നാണോ? ഒരിക്കലുമില്ല. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ഇന്ന് ബാബുലാൽ വളരെ സ്വാധീനമുള്ള മനുഷ്യനാണ്. ഒരു രാക്ഷസനെ പോലെ അയാൾ തന്റെ ദ്രംഷ്ടങ്ങൾ നീട്ടി വളർത്തി കഴിഞ്ഞു. അയാളുടെ നീണ്ട ദ്രംഷ്ടങ്ങൾ ഞാൻ വെട്ടി മാറ്റും. അയാളെ ഒരു പാഠം പഠിപ്പിക്കുവാനാണ് എന്റെ നീക്കം. പക്ഷെ അയാളെ പരാജയപ്പെടുത്താൻ വേണ്ടി എനിക്ക് അയാളുടെ മനസ്സിൽ ഏതെങ്കിലും വിധത്തിൽ ഭയം ജനിപ്പിക്കേണ്ടി വരും. അയാൾ ചെയ്ത ഏതെങ്കിലും അപരാധം തെളിയിക്കേണ്ടി വരും. അതത്ര എളുപ്പമല്ല. സമയവും കുറവാണ്. സമയം കളയാതെ നീക്കം തുടങ്ങണം. എനിക്കൊന്നും അറിയില്ല. എന്റെ മകളെ എങ്ങനെയും അയാളുടെ കയ്യിൽ നിന്നും നിങ്ങൾ തന്നെ മോചിപ്പിക്കണം. അതെ, നിങ്ങൾക്ക് മാത്രമേ ആ ദുഷ്ടരിൽ നിന്നും അവളെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ശരി കമലേ, സമാധാനമായിരിക്കൂ. അവരുടെ കയ്യിൽ നിന്നും ഞാൻ അവളെ മോചിപ്പിക്കും. ഇതൊരമ്മ മറ്റൊരമ്മയ്ക്ക് നൽകുന്ന വാക്കാണ്. സക്കാറാം, എന്താണ് ഈ സംഭവിക്കുന്നത്? തുക്കാറാം, എന്തുണ്ടായാലും നമുക്കെന്താണോ? പക്ഷെ എന്തിനാ എവിടെയും നമ്മെ പറഞ്ഞ് അയക്കുന്നത്? ബംഗ്ലാവിലെ കാട്ടിലാവട്ടെ, ഇവിടെ ഗുഡ് മോർണിംഗ് മാഡം. എനിക്ക് ബാബുലാൽ മുൽത്താനിയുടെ ഫയൽ വേണം. നമ്മുടെ പണി പോയി. ഏമാന്നെ, ഈ ബാബുലാൽ മുൽത്താനി ഉണ്ടല്ലോ, വെരി ഡേഞ്ചറസ് മാൻ. ഇതിനു മുമ്പത്തെ കഥം സാറുണ്ടല്ലോ, അദ്ദേഹമാണ് അയാളെക്കുറിച്ചുള്ള ഒരു ഫയൽ എഴുതി ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചത്. പക്ഷെ സാറേ, നടപടി എടുക്കുന്നതിന് മുമ്പ് കഥ സാറിന് ട്രാൻസ്ഫർ ചെയ്തു ചന്ദൻപൂരിലെ ഭീകര വനത്തിനുള്ളിലേക്ക്. സാറിനും ട്രാൻസ്ഫർ. ഷട്ട് അപ്പ്. പറഞ്ഞ കാര്യം ആദ്യം ചെയ്യാൻ പഠിക്കേ. ഓക്കെ? ആ ഫയൽ എന്റെ ടേബിളിൽ എത്തിക്കൂ. ഒരു കാര്യം മറക്കരുത്, ഇക്കാര്യത്തെക്കുറിച്ച് മറ്റൊരാളും അറിയാൻ ഇടയാകരുത്. ഓക്കെ? ഓക്കെ? ആരും ഇക്കാര്യത്തെക്കുറിച്ച് അറിയാൻ ഇടവരില്ല. അതിനുശേഷം ഇവരെ കുറിച്ച് ആരും അറിയാൻ ഇടവരില്ല. ചങ്ങാതി, വേഗം ഫയൽ നോക്ക്. ഡോക്ടർ, മരുന്നിന്റെ ഡോസ് കൂട്ടൂ. എന്റെ നോട്ടത്തിൽ ഇനി ഇത് വെച്ച് താമസിപ്പിക്കരുത്. വേണ്ട മാഡം, ധൃതി പിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നീങ്ങണം. ആർക്കും ഒരു സംശയവും തോന്നരുത്. മാഡം പറഞ്ഞതുപോലെ ഡോസ് കൂട്ടിയാൽ പ്രശ്നം വളരെ സങ്കീർണമാകും. ആ കുട്ടി വേഗം തന്നെ മരിച്ചു പോകും. പിന്നെ ആ കുട്ടിയുടെ ശരീരമാസകലം കരിവാളിച്ചു പോകും. പക്ഷേ ഇനിയൊന്നും സംശയിക്കേണ്ട മാഡം, ഞാനല്ലേ പറയുന്നത്. എന്തിനാണ് വിഷമിക്കുന്നത്? എന്റെ നിഗമനപ്രകാരം ആ പെൺകുട്ടി ഒരാഴ്ചയിൽ കൂടുതൽ ഇനി ജീവിച്ചിരിക്കില്ല. ഓക്കെ, തനിക്ക് പോകാം. താങ്ക് യു മാഡം. ഓ ബാബായ്, സലാം.
ഈ കുറുക്കൻ പൈസ വാങ്ങാൻ വന്നതാണോ? എന്താ അവൻ പറയുന്നത്? അയാൾ പറയുന്നത് നാം ഇക്കാര്യത്തിൽ കൂടുതൽ ധൃതി കാണിച്ചാൽ പ്രശ്നം ഗുരുതരമാകുമത്രേ. ഇല്ല, ധൃതി വെക്കാതെ പറ്റില്ല. എനിക്ക് ആ ACP-യിൽ സംശയം തോന്നുന്നു. പക്ഷെ ഞാനതിന് വേണ്ടത് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും അടുത്ത് തന്നെ അവൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഒരുപക്ഷെ ട്രാൻസ്ഫർ വൈകിയാലോ? എങ്കിൽ അവളുടെ ട്രാൻസ്ഫർ അങ്ങ് മുകളിലേക്കായിരിക്കും. ACP മാഡം, നിങ്ങൾ എൻ്റെ അശാന്തമായ ആത്മാവിന് മുക്തി നൽകാൻ എന്നെ സഹായിക്കില്ലേ? നിങ്ങൾ എന്നെ വിശ്വസിക്കൂ കമലേ. നിന്റെ മകൾ ഉടൻ തന്നെ സ്വതന്ത്രയാകും. ആ ദിവസത്തിനായി ഞാൻ എത്രയോ നാളുകളായി കാത്തിരിക്കുന്നു. ഒരു കാര്യം പറയട്ടെ കമലേ, ബാബുഭായി പറയുന്നത് നിങ്ങളുടെ ഒരു അപകടമരണമാണെന്നാണ്. എന്റെ കയ്യിലുള്ള ഈ ഫയലിൽ ബാബുലാൽ ബാബുഭായി ആയി മാറിയ മുഴുവൻ ചരിത്രവുമുണ്ട്. പക്ഷെ നിങ്ങളുടെ മരണത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ടുമില്ല. എന്നെ നിങ്ങൾ അതിന് സഹായിക്കണം. നിങ്ങൾക്ക് മാത്രമേ അതിന് ഉത്തരം നൽകാനാകൂ. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്. നിങ്ങളുടെ മരണത്തിന് ഉത്തരവാദി ബാബുലാൽ തന്നെയാണ്. എല്ലാവരും ഇത് അപകട മരണമെന്ന് കരുതുന്നു. പക്ഷെ എനിക്കറിയാം, അത് അപകടമായിരുന്നില്ല, ഒരു കൊലപാതകമായിരുന്നു. ബാബുലാലാണ് നിങ്ങളെ കൊന്നത്. ഇനി എനിക്ക് ബാബുലാലിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. ഹലോ ബാബുഭായി, ഞാൻ ACP സാധന സിംഗ് ആണ്. ആ പറയ് ACP. ബാബുഭായി, നിങ്ങളെ എനിക്കൊന്ന് കാണണം. എന്തിന്? ഇനിയും നിനക്ക് എന്നെ കുറിച്ച് പലതും അറിയാനുണ്ടോ? അല്ല ബാബുഭായി, ഞാൻ നിങ്ങളോട് മാപ്പ് പറഞ്ഞ് നിങ്ങളുടെ സുഹൃത്താകാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കൾക്കായി ബാബുഭായിയുടെ വീടിന്റെ വാതിൽ എപ്പോഴും തുറന്നിട്ടിരിക്കുന്നു ACP മാഡം. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാം. ശരി, ഞാൻ ഇന്ന് വൈകുന്നേരം വരാം. ഓക്കെ. ഓക്കെ. വരൂ വരൂ, ഇരിക്കൂ മാഡം. ഞാൻ എന്താ നിങ്ങളെ വിളിക്കേണ്ടത്? ബാബുലാൽ എന്നോ ബാബുഭായി എന്നോ? അതിലൊക്കെ എന്തർത്ഥമാണ്? പരസ്പരം മനസ്സിലാക്കിയാൽ പിന്നെ ഇതിലൊക്കെ എന്തർത്ഥം? എനിക്ക് മനസ്സിലായി ബാബുഭായി. ഞാൻ നിങ്ങളോട് സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞാ പിന്നെ ഈ നഗരത്തിൽ അപ്പൊ ഈ നഗരത്തിലെ കമ്മീഷണർ നിങ്ങളായിരിക്കും. അപ്പോ നാം രണ്ടുപേരും ഇന്നു മുതൽ നല്ല സുഹൃത്തുക്കളായിരിക്കും. പക്ഷേ നാം സുഹൃത്തുക്കളാകുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. നാം തമ്മിൽ സുഹൃത്തുക്കളായി കഴിഞ്ഞില്ലേ മാഡം, പിന്നെ മാപ്പ് ചോദിക്കേണ്ട കാര്യമെന്ത്? എന്റെ മനസ്സ് വളരെ വിശാലമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിൽ വെക്കാറില്ല. അങ്ങനെ നാം സുഹൃത്തുക്കളായിരിക്കുന്നു. രൂപേ, രൂപേ, ACP മാഡം വന്നിരിക്കുന്നത് കണ്ടില്ലേ നീയേ? ഇരിക്കും. ACP മാഡം, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് നിങ്ങൾ എന്നോട് സൗഹൃദം സ്ഥാപിച്ച് എന്നെ വിലക്കെടുത്തിരിക്കുന്നു. ഇതെന്തൊക്കെയാ പറയുന്നത്? സത്യമാ പറയുന്നത്. വരൂ രൂപേ. ഇതാ ACP മാഡം, നിങ്ങൾക്കായി ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം. ചെറിയ സമ്മാനമോ? ഇത്ര വിലപിടിച്ച മനോഹരമായ മാല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ACP മാഡം, ഇതൊരു തുടക്കം മാത്രം. നമ്മുടെ സൗഹൃദം നിലനിന്നാൽ ഇതുപോലെ നിങ്ങൾക്ക് പലതും നേടാനാവും. ഈ മാല ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ എന്താ മാഡം? നിങ്ങൾ രണ്ടും എന്റെ വീട്ടിൽ വന്ന് എന്നോടൊപ്പം ഭക്ഷണം കഴിക്കണം. അപ്പോൾ മാത്രമേ ഞാനിത് സ്വീകരിക്കുകയുള്ളൂ. എന്താ ACP മാഡം, ഭക്ഷണം കഴിക്കാനാണെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോകാം. ഞാൻ ഉറപ്പു തരുന്നു,
ഹോട്ടലിൽ എല്ലാ സ്റ്റാഫും നിങ്ങളുടെ പാദസേവകരായിരിക്കും. വേണ്ട വേണ്ട ബാബുഭായ്, എനിക്കും ഒരു വലിയ മനുഷ്യനെ സേവിക്കാനുള്ള അവസരം ഉണ്ടായിക്കൊള്ളട്ടെ ബാബുഭായ്. പിന്നെ എനിക്കതിനുള്ള അർഹതയുണ്ടോ എന്നറിയില്ല, പക്ഷേ എന്തൊക്കെയായി പറയുന്നേ? നിങ്ങൾ വിളിച്ചിട്ട് ഞങ്ങൾ വരാതിരിക്കുകയോ? എന്താ രൂപ? ഹാ ഹാ, തീർച്ചയായും വരാം. നിങ്ങൾ വരാൻ വഴിയില്ല. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം. സമ്മതമല്ലേ? സമ്മതം. എന്നാ ഞാൻ ഇറങ്ങുന്നു. ഇന്ന് സന്ധ്യയ്ക്ക് നമുക്ക് എന്റെ വീട്ടിൽ പോകാം. ആ, വരൂ. ACP മാഡം, ഈ സ്ഥലം ഏതാ? എന്താ? ഞാൻ ഇവിടെയാ താമസം. ഇതെന്റെ വീടാണ്. എന്ത്? അതെ, ഒരു പോലീസ് ഓഫീസറുടെ വീട് എന്നും വാടക വീടായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടാവോന്നറിയില്ല, പക്ഷെ അകത്ത് വരാതെ പറ്റില്ല. ACP മാഡം, അകത്ത് ഞങ്ങൾ തീർച്ചയായും വരാം. പക്ഷേ ഞാൻ നിങ്ങളോട് രഹസ്യം വെളിപ്പെടുത്താം. എന്താണത്? ACP മാഡം, ഈ വീടും പരിസരവും എനിക്ക് വളരെ പരിചയമുള്ളതാണ്. എന്ത്? സത്യമാണ്. ഞാൻ ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. വാട്ട് എ സർപ്രൈസ്! എനിക്ക് ഇക്കാര്യം അറിയാമായിരുന്നില്ല. അതായത് ഈ വീട് മഹത്തായ ഒന്നാണ്. ഇതിൽ വലിയ വലിയ ആളുകൾ താമസിച്ചിട്ടുണ്ട്. എന്താ രൂപേ, എന്താ വല്ലാതിരിക്കുന്നത്? നോക്കൂ, എന്നെ നിരാശപ്പെടുത്തരുത്. ഇവിടെ വരെ വന്നിട്ട് നിങ്ങൾ തിരിച്ചു പോയാൽ ഈ സൗഹൃദം ഇവിടെ വെച്ച് തന്നെ അവസാനിക്കില്ലേ? എന്തൊക്കെയാ ഈ പറയുന്നത്? ഒന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾ വരാമെന്ന്. വരൂ. വാ. വരൂ 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 വരൂ. ഇടിമിന്നലടിച്ചോ? നിങ്ങൾ രണ്ടുപേരും ഇവിടെ കാലുകുത്തുമ്പോൾ ഇടിമിന്നൽ വേണ്ടേ? ബാബുഭായിയെ സ്വാഗതം ചെയ്യാൻ പ്രകൃതിക്ക് പോലും മോഹമുണ്ട്. വരൂ വരൂ വരൂ. വരൂ വരൂ ബാബുഭായ്, പ്ലീസ് കം. വരൂ വരൂ, പ്ലീസ് ഇരിക്കൂ. ബി കംഫർട്ടബിൾ. വരൂ രൂപാജി. ACP മാഡം ഇവിടെ തനിച്ചാ താമസം? അതെ അതെ, പക്ഷെ ഒരു കുറവും ഉണ്ടാവില്ല. ഞാൻ നല്ലൊരു കുക്കും ഹോസ്റ്റസും കൂടിയാണെന്ന് കാണിച്ചു തരാം. എന്താണ് കുടിക്കാൻ? ചായയോ കൂൾ ഡ്രിങ്ക്സോ? എന്തായാലും മതി. I'll be right back. പോകാമെന്നേ, വരൂ. രൂപ, നീ പേടിക്കാതെ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഒന്നും ഉണ്ടാകില്ല. റിലാക്സ്. എന്തുണ്ടായി? അവിടെ ആരും ഉണ്ട്. അവിടെ ആരുമില്ല. ഒരു നിഴൽ കണ്ടതുപോലെ. ഒന്നുമില്ല, നിനക്ക് വെറുതെ ഓരോന്ന് തോന്നുന്നതാ. ഞാൻ കണ്ടതാണെന്നേ. ACP മാഡം, എന്താണ് ഇതൊക്കെ? എനിക്കറിയില്ല. നിനക്കറിയില്ല ആരാ?
എനിക്കറിയില്ല, എനിക്കറിയില്ല. എന്താണ് നോക്കുന്നത്? ഞാൻ കമലയാണ്. ഇല്ല ഇല്ല ഇല്ല, നീ ആയില്ല, സത്യമല്ല ഇത്. നീ ഇല്ല, ഇതൊരിക്കലും സത്യമല്ല. ഇല്ല ഇല്ല. ബാബുലാൽ, എന്ത് പറ്റി? ACP മാഡം, നീ എന്നെ ചതിച്ചു അല്ലേ? നിന്നെ വെറുതെ വിടില്ല ഞാൻ, വെറുതെ വിടില്ല നിന്നെ ഞാൻ. ഇല്ല ഇല്ല. ബാബുലാൽ, ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ 5 വർഷമായി ഈ വീട്ടിൽ നിങ്ങൾക്കായി കാത്തു കഴിയുകയാണ്. ഇല്ല. ഇനി എന്റെ ഊഴമാണ് ബാബുലാൽ. ഇന്ന് എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ ഇവിടെ നിന്നും ജീവനോടെ തിരിച്ചു പോയാൽ പിന്നെ എന്റെ മകളെ നിങ്ങൾ കൊല ചെയ്തിരിക്കും. അത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. കമല, നീ എന്നെ ഒന്നും ചെയ്യരുത്. ഒന്നും ചെയ്യാൻ പാടില്ലെന്നോ? എന്തും ചെയ്യാനുള്ള അധികാരം എന്താ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ? ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല. നീ പണത്തിനും പദവിക്കും വേണ്ടി ഒരു മാഫിയയുടെ മകളെ വലയിലാക്കി. അവളെ സ്വന്തമാക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ കൊല ചെയ്തു. പിന്നെ ആ കൊലയെ അപകട മരണമായി ചിത്രീകരിച്ചു. പക്ഷെ എനിക്കിന്ന് നിന്റെ നാവിൽ നിന്നും അത് കേൾക്കണം. എന്നെ കൊല്ലാൻ ആരാണ് പ്രേരിപ്പിച്ചത്? എങ്ങനെയാണ് നീ എന്നെ കൊന്നത്? എല്ലാം ഇപ്പോൾ പറഞ്ഞേ പറ്റൂ. അല്ല കമലെ, എല്ലാം നുണയായിരുന്നു. ഞാനാണ് എല്ലാം ചെയ്തത്. ജനങ്ങളെല്ലാം വിശ്വസിച്ചു. എങ്കിൽ സത്യം എന്തെന്ന് പറയൂ. പറയൂ, അല്ലെങ്കിൽ പറയാം പറയാം പറയാം. ഞാനെല്ലാം പറയാം. എല്ലാം വിശദമായിട്ട് തന്നെ പറയാം. നോക്കു ബാബു, എന്നെ അങ്ങനെ വഞ്ചിക്കാനൊന്നും സാധ്യമല്ല. എന്താ രൂപ പറയുന്നത്? ഞാൻ എന്തിനു രൂപയെ വഞ്ചിക്കാൻ നോക്കണം? ഞാൻ രൂപയെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്നു. രൂപ എന്നെയും. രൂപയെ കിന്നാര വർത്തമാനം പറഞ്ഞ് വലയിലാക്കാനൊന്നും പറ്റില്ല. ഞാനല്ല വലയിലായത്, മറിച്ച് നിങ്ങളാണ് എന്റെ വലയിൽ വീണത്. അറിയാമല്ലോ ഞാൻ ആരുടെ മോളാണെന്ന്. ദിനേശ് സർക്കാരിയാണ് എന്റെ അച്ഛൻ. അറിയാം, നല്ലവണ്ണം അറിയാം. എങ്കിൽ അവളെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചില്ല? അവളെ ഡൈവേഴ്സ് ചെയ്യേ. കമലെ ഡൈവോഴ്സോ? രൂപ, നിനക്ക് അവളെ അറിയില്ല. അവൾ ജീവൻ കളയും, പക്ഷെ ഡൈവോഴ്സിന് സമ്മതിക്കില്ല. എങ്കിൽ അവളുടെ ജീവൻ എടുക്ക്. എന്ത്? അതെ, നിങ്ങൾ അവളുടെ കഥ കഴിക്കണം. കമല മാത്രമല്ല രൂപേ, ഞങ്ങൾക്കൊരു മകളുമുണ്ട്. എങ്കിൽ ആദ്യം കമലയെ കൊല്ലേ, പിന്നെ കുട്ടിയെ. ഞാൻ ആ പാപം ചെയ്യില്ല. എങ്കിൽ കേൾക്ക്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കൊന്നാൽ മതി. നിങ്ങളുടെ മകളുടെ കാര്യം ഞാൻ ഏറ്റു. ആ പാപം ഞാൻ ചെയ്തോളാം. അത് മാത്രമേ ഇനി വഴിയുള്ളൂ ബാബു.
ശരി. രൂപ പറഞ്ഞതുപോലെ എല്ലാം നടക്കും. ഓ ബാബു, ബാബുലാൽ, കമലയെ നീ കൊലപ്പെടുത്തിയാൽ ബാബുലാലിൽ നിന്നും നീ ബാബുവായിത്തീരും. കോടിക്കണക്കിന് സമ്പാദിക്കും. ഈ നഗരം നിന്റെ സാമ്രാജ്യമായിരിക്കും. നീ ഈ നഗരത്തിലെ രാജാവാകും. ബാബുലാൽ, എന്താ നീ ആലോചിക്കുന്നത്? ഈ അവസരം നീ പാഴാക്കരുത്. ഈ അവസരം ശരിക്കും വിനിയോഗിക്ക്, ശരിക്കും പ്രയോജനപ്പെടുത്തുക. ഇതാണ് അവസരം. സ്ലോ പോയിസൺ കൊടുത്ത് മാത്രമേ കഥ കഴിക്കാവൂ. കാരണം നമ്മളെ ഒട്ടും സംശയിക്കാൻ ഇടവരരുത്. നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട രൂപജി. ഈ വിഷം ഇന്നു മുതൽ ഇവളുടെ രക്തത്തിൽ ചേർന്ന് കഴിഞ്ഞു. രൂപയ്ക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തത്. എന്നെ കൊല ചെയ്തതിനൊരു പക്ഷേ ഞാൻ നിനക്ക് മാപ്പ് തരുമായിരുന്നു. പക്ഷേ നീ വലിയ തെറ്റ് ചെയ്തു. ഒരച്ഛനായി നീ സ്വന്തം മകളുടെ ജന്മശത്രുവായി മാറി. അച്ഛൻ അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം നീ മൂലം കളങ്കപ്പെട്ടിരിക്കുന്നു. പിന്നീട് ഞാൻ പതുക്കെ മുറിയിൽ തിരിച്ചു വന്നു. ഞാൻ തലയണ നിന്റെ മുഖത്ത് അമർത്തി പിടിച്ചു, നീ എന്നെ കാണാതിരിക്കാൻ. അതിനുശേഷം നിന്നിൽ വെടിയുണ്ട ഉതിർത്തു. ഇപ്പോൾ നിങ്ങൾ സമ്മതിച്ചല്ലോ, സ്വന്തം ഭാര്യയെ നിങ്ങൾ തന്നെയല്ലേ കൊന്നത്? അതെ ACP മാഡം, ഞാൻ കമലയുടെ ജഡം ഇവിടെ മറവ് ചെയ്തു. അതുകൊണ്ടാണ് എന്റെ ആത്മാവ് ഇവിടം വിട്ടു പോകാത്തത്. ACP മാഡം, അപരാധിയെ കിട്ടിയല്ലോ. ഇയാളെ നിയമം ശിക്ഷിക്കും. പക്ഷെ ഒന്നുണ്ട്, എന്റെ മോൾ രത്നെ ആര് നോക്കും? മാഡം മാഡം ഞങ്ങൾ രത്നമാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. മമ്മി മമ്മി ബാബുലാലിനെ അറസ്റ്റ് ചെയ്യൂ. നടക്കും മോനെ, നടക്കും മോനെ തറവാട്ടിലേക്ക്. അവിടെ ചെന്നിട്ട് നമുക്ക് കുറച്ച് ക്രിയകളൊക്കെ ചെയ്യാം. വാ, വാ. വാ. ACP മാഡം, നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് ഞാൻ എങ്ങനെ നന്ദി പറയും? നിങ്ങൾ എൻ്റെ മോളെ മരണത്തിൽ നിന്നും രക്ഷിച്ചു. പക്ഷെ ഇനി അവളെ ആര് നോക്കും? അതാലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. മോളെ ഞാൻ നോക്കും.
ദൈവം എനിക്കൊരു മകനെ തന്നിട്ടുണ്ട്. ഒരു മോളുടെ കുറവുണ്ട്. ഇപ്പൊ അതും ഇല്ലാതായി. മമ്മി 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 പറഞ്ഞത് ശരിയാ. ഇതെന്റെ ചേച്ചിയാ. ആന്റി, ഞാൻ പ്രേതങ്ങളെ കുറിച്ച് പേടിപ്പിക്കുന്ന കഥയാ കേട്ടിട്ടുള്ളത്. പക്ഷെ ആന്റി എത്ര നല്ലതാ. നന്ദി മോനെ. ACP മാഡം, ഞാൻ പോകുന്നു. നിങ്ങളുടെ ദയവ് കൊണ്ട് എന്റെ അലയുന്ന ആത്മാവിന് ശാന്തി കിട്ടി.